A+ലേക്ക് സ്വാഗതം. മുമ്പ് പല എപ്പിസോഡുകളിലും ആവർത്തിച്ച് പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ ഉണ്ട്. ഇപ്പോഴും ആ എപ്പിസോഡുകൾ കണ്ടവരാണോ കാണാത്തവരാണോ എന്നറിയില്ല, അവർ വീണ്ടും വീണ്ടും ചെയ്തു കൂട്ടുന്നത് തെറ്റുകളാണ്, പിഴവുകളാണ്. കാരണം കഴിഞ്ഞ ദിവസം വിളിച്ച ഒരു സബ്സ്ക്രൈബർ, അദ്ദേഹത്തിന് ഈ ഓഫീസിൽ പോയി, ഒരു നഗരസഭാ ഓഫീസിലാണ് അദ്ദേഹം പോയത്. അവിടെ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവശ്യമായി ബന്ധപ്പെട്ട കാര്യം അന്വേഷിച്ചപ്പോൾ ഇല്ല, അത് നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടായിരുന്നു. അത് കേട്ട് അദ്ദേഹം തിരിച്ചു വന്നു. എന്നിട്ട് ഒരു കമൻ്റ് ഇട്ടിരിക്കുകയാണ്, ഞാൻ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ അത് നടക്കില്ല എന്ന് പറഞ്ഞു, ഞാൻ തിരിച്ചു വന്നു, ഇനി എന്ത് ചെയ്യണമെന്ന്. ഇവിടെയാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ പോകുന്ന ഒരു പോയിൻ്റ്. നിങ്ങളൊരു ഓഫീസിൽ പോകുമ്പോൾ ആരെങ്കിലും ഉദ്യോഗസ്ഥൻ പറയുന്നത് കേട്ട് തിരിച്ചു വരാൻ ഉള്ളവരല്ല. ആദ്യം അത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് നിശ്ചയമായും നിങ്ങൾക്ക് ഒരു രേഖാമൂലമുള്ള അപേക്ഷ കൊടുക്കാനുള്ള അധികാരം അഥവാ അവകാശം അഥവാ അർഹത ഉണ്ട്. പക്ഷെ പല ആളുകളും അവിടെ നിൽക്കുന്ന പ്യൂണോ കാർക്കോ സൂപ്രണ്ടോ പറയുന്നതും കേട്ട് തിരിച്ചു വരും. നിങ്ങൾ അപേക്ഷ രേഖാമൂലം എഴുതി കൊടുക്കണം. ഇനി കൊടുത്തവിടെ വാങ്ങിയില്ല എങ്കിൽ നിങ്ങൾ രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് അയക്കണം. അതിനോടൊപ്പം ഒരു അക്നോളജ്മെൻറ്റ് ഡ്യൂ കൂടി പൂരിപ്പിച്ച് വെക്കണം. കാരണം അവിടെ കൈപ്പറ്റി എന്നുള്ളത് നിങ്ങൾക്കറിയാൻ വേണ്ടി തിരിച്ചു വരുന്നൊരു രേഖയാണ് അക്നോളജ്മെൻറ്റ് സ്ലിപ്പ്. പോസ്റ്റ് ഓഫീസിൽ നിന്ന് സൗജന്യമായി കിട്ടുന്നതാണ്. രജിസ്റ്റർ ചെയ്ത് അയക്കുമ്പോൾ അതും കൂടി വാങ്ങി പൂരിപ്പിച്ച് അയച്ചാൽ മതി. ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, ആവർത്തിക്കുന്നില്ല. പക്ഷേ അങ്ങനെ അയക്കണം. നമുക്ക് നേരിട്ട് അവർ സ്വീകരിച്ചില്ല എങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. നേരിട്ട് സ്വീകരിച്ചാൽ കൈപ്പറ്റി ചീട്ട് നിങ്ങൾ വാങ്ങുകയും ചെയ്യണം. ഇന്നത്തെ എപ്പിസോഡിൽ ഇത് ചോദ്യകർത്താവിൻ്റെ കാര്യങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ ഞാൻ പ്രധാനമായിട്ടും അടിവരയിട്ട് പറയുന്ന ചില കാര്യങ്ങൾ ഉണ്ട്. ആ കൂട്ടത്തിൽ തന്നെ അദ്ദേഹം ചോദിച്ച മറ്റൊരു ചോദ്യം കൂടി ഉണ്ട്. എനിക്ക് മുമ്പ് ഒരു നോട്ടീസ് വന്നിരുന്നു, ആ നോട്ടീസ് ഞാൻ വാങ്ങിയില്ല, കൈപ്പറ്റിയില്ല. അതിൻ്റെ പേരിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. അതിൻ്റെ പേരിൽ എനിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ഈ എപ്പിസോഡ് പൂർണ്ണമായും കാണുക. സർക്കാർ ഓഫീസിൽ പോകുന്നവർ അറിയേണ്ട, ഇല്ലെങ്കിൽ സർക്കാർ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന നോട്ടീസ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പേരിൽ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി ഞാൻ ഈ എപ്പിസോഡിൽ പറയുകയാണ്. ഇത് ഷെയർ ചെയ്യണം. നമ്മളെ നാട്ടിലെ ആളുകൾ പലപ്പോഴും ഈ നോട്ടീസുകൾക്ക് നേരെ പുറംതിരിഞ്ഞ് നിൽക്കുകയും ഭയത്തോടു കൂടി മാറി നിൽക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ ഇവർ പിന്നീട് ഇതെല്ലാം പുലിവാലായി കഴിയുമ്പോൾ പതുക്കെ കോടതി പോകാനും വക്കീലിനെ കാണാനും കേസിനും വേണ്ടി ഇറങ്ങിത്തിരിക്കും. പലരും അതിന് കാശ് കൊടുക്കാൻ മടിച്ച് അത് ചെയ്യുകയില്ല, അവരുടെ കാര്യം നടക്കുകയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ന്യായമായ കാര്യമായിരിക്കും. ഇവരുടെ ഈ അലംഭാവം കൊണ്ടാണ് ഇതൊന്നും അവർക്ക് നടക്കാതെ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ എപ്പിസോഡ് ദയവ് ചെയ്തൊന്ന് ഷെയർ ചെയ്യുക, നിങ്ങൾ പൂർണ്ണമായും കാണുകയും ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കൊരു നോട്ടീസ് വരുന്നു. നോട്ടീസ് രണ്ട് തരത്തിൽ വരാം. ഒന്ന്, അവിടെ ഏത് ഓഫീസിൽ നിന്നാണോ അയക്കുന്നത്, അത് നിങ്ങളുടെ ജൂറിസ്ഡിക്ഷൻ അകത്തുള്ള ഒരു ഓഫീസാണെങ്കിൽ, പഞ്ചായത്താണെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷൻ നിങ്ങളുടെ ഏരിയയിലാണെങ്കിൽ അവർക്കെല്ലാം അവിടെ പിയൂണുണ്ടാകും, ശിപായി ഉണ്ടാവും, ഇല്ലെങ്കിൽ നോട്ടീസ് നടത്താൻ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ആരെങ്കിലും വെച്ചിട്ടുണ്ടാവും. അവർ നോട്ടീസുമായി നിങ്ങളുടെ വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് അവർ കൊണ്ടുവരുന്നത് മിക്കവാറും ഒരു ബുക്കിൽ ചേർത്തിട്ടാകും. ലോക്കൽ ഡെലിവറി ബുക്ക് എന്നാണ് അതിന് പറയുക. അതിൽ നിങ്ങളുടെ പേരും എഴുതി ഈ ഫയൽ നമ്പർ, ഈ നോട്ടീസിനൊരു നമ്പർ ഉണ്ടാവും. കാരണം ആ നോട്ടീസിനൊരു ഫയൽ ഉണ്ടാവും ഓഫീസിൽ, അത് ആയിട്ട് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒന്ന്, ഈ നോട്ടീസ് തപാൽ മുഖേന വരാം, പോസ്റ്റൽ തപാൽ മുഖേന. അത് ജൂറിസ്ഡിക്ഷന് പുറത്തുള്ള ഓഫീസാണെങ്കിൽ, ജൂറിസ്ഡിക്ഷൻ അകത്താണെങ്കിലും ചിലപ്പോൾ അത് പോസ്റ്റായിട്ട് അയച്ചേക്കാം. അവിടെ പിയൂണൊന്നും കൊണ്ടുവരാനില്ലെങ്കിൽ തപാലിലും അയച്ചേക്കാം. അപ്പോൾ അങ്ങനെ രണ്ട് തരത്തിൽ വരാം. ഒന്ന് നേരിട്ട് കൊണ്ടുവരാം, രണ്ട് തപാലിൽ വരാം. ഈ വരുമ്പോൾ നിങ്ങൾ ആദ്യം നേരിട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരാം. ഈ നോട്ടീസ് കൊണ്ടുവരുമ്പോൾ അത് നോട്ടീസ് നിങ്ങൾ വാങ്ങി ഒപ്പിട്ട് വാങ്ങുന്നതിന് മുമ്പ് അത് നിങ്ങളുടെ പേരിൽ തന്നെയാണോ ഉള്ള നോട്ടീസെന്ന് ആദ്യം നോക്കി വെക്കണം. നിങ്ങളുടെ പേരിലാണ്, നിങ്ങളുടെ അഡ്രസ്സിൽ തന്നെയാണ് എന്ന് ഉണ്ടെങ്കിൽ ആ ലോക്കൽ ഡെലിവറി ബുക്കിൽ ഒപ്പിട്ട് നിങ്ങൾക്ക് ആ നോട്ടീസ് കൈപ്പറ്റാം അഥവാ കൈപ്പറ്റണം.
നിങ്ങളുടെ പേരിൽ വന്ന നോട്ടീസ് കൈപ്പറ്റിയില്ല എന്ന് പറഞ്ഞുള്ളത് നിങ്ങൾ അതിൽ നിന്ന് ആ ആക്ഷനിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കുകയൊന്നുമില്ല എന്ന് മനസ്സിലാക്കണം. ഒപ്പിട്ട് നിങ്ങൾ വാങ്ങി. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ പേരിലാണ്, നിങ്ങളുടെ അഡ്രസ്സിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഒപ്പിട്ട് വാങ്ങി. അതോടുകൂടി ശിവായി പോകാം. എന്നാൽ ലോക്കൽ ഡെലിവറി ബുക്കിൽ ചേർക്കാതെ ചിലപ്പോൾ നിങ്ങൾക്ക് തരുന്ന നോട്ടീസിൻ്റെ പകർപ്പുമായിരിക്കും ചിലപ്പോൾ ഈ പിയൂൺ കൊണ്ടുവരുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ ഒരു കോപ്പി കൂടി ഉണ്ടാവും. ആ കോപ്പിയുടെ പിറകുവശത്ത് നിങ്ങളെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങും. അങ്ങനെ ഒപ്പിട്ട് വാങ്ങുമ്പോൾ നിങ്ങൾ നോക്കാനുള്ളത് അദ്ദേഹം ഒപ്പിട്ട് വാങ്ങുന്ന കോപ്പി പിയൂണ തിരിച്ചു കൊണ്ടുവന്ന കോപ്പിയാണ്. നിങ്ങൾ ഒപ്പിട്ടതിൻ്റെ രേഖ, കൈപ്പറ്റിയതിൻ്റെ രേഖയാണ് ആ ചീട്ട്. അത് ഒപ്പിടുന്നതിന് മുമ്പ് അത് ഇതിൻ്റെ കോപ്പി തന്നെയാണോ എന്ന് കൂടി നിങ്ങളൊന്ന് തുറന്ന് നോക്കണം. നിങ്ങളുടെ പേര് മിക്കവാറും ആയിരിക്കും. അതിൽ നിന്നും ഫ്രോഡ് പരിപാടി ഉണ്ടാവാൻ സാധ്യത ഒട്ടുമില്ല. നിങ്ങളുടെ പേരുണ്ട്, നിങ്ങളുടെ അഡ്രസ്സുണ്ട്. ഈ നിങ്ങൾ കൈപ്പറ്റിയ നോട്ടീസിൻ്റെ അതേ പകർപ്പ് തന്നെയാണ്. ധൈര്യമായി നിങ്ങൾക്ക് ഒപ്പിടാം, അതിൽ ഒപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ലോക്കൽ ഡെലിവറി ആണെങ്കിൽ ലോക്കൽ ഡെലിവറി, ഈ ഫോട്ടോസ്റ്റാറ്റ് കൊണ്ടുവരുന്നെങ്കിൽ, പകർപ്പ് കൊണ്ടുവരുമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒപ്പിട്ട് കൊടുക്കാം. പക്ഷേ ഇത് രണ്ടും ചെയ്യുമ്പോൾ പലരും മറന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി പറയുന്നത്. നിങ്ങളങ്ങനെ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഡേറ്റ് വെക്കണം. ഒപ്പിടുന്ന ഡേറ്റ് എന്നാണോ ആ ഡേറ്റ് വെച്ചേ ഒപ്പിടാവൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ട് പിൽക്കാലത്ത് ഉണ്ടാകും. നിങ്ങൾ എന്ന് കൈപ്പറ്റിയോ ആ ഡേറ്റ് വെക്കണം. ഇത് പറയാൻ കാരണം ചില നോട്ടീസുകൾ ടൈം ഫ്രെയിമുള്ള നോട്ടീസുകളാണ്, ടൈം ലിമിറ്റ് ഉള്ള നോട്ടീസുകളാണ്. നിങ്ങൾ കൈപ്പറ്റുന്ന ഒരു നോട്ടീസ് ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഡിമോളിഷ് ചെയ്യാനുള്ള നോട്ടീസാണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ആ ബിൽഡിങ് ആ നോട്ടീസിന് അവസാനം പറയും, ഈ നോട്ടീസ് കൈപ്പറ്റി 15 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന വിവരങ്ങൾക്കെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയോ ആക്ഷേപമോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് എന്നൊരു വാക്ക് എഴുതിയിട്ടുണ്ടാകും. കാരണം നിങ്ങളുടെ എക്സ്പ്ലനേഷൻ ചോദിക്കാം. അങ്ങനെയുള്ള നോട്ടീസ് ഓരോ വിഷയത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും നോട്ടീസിൻ്റെ രീതി. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ട് കൈപ്പറ്റിയ ദിവസം മുതലാണ് 15 ദിവസം ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മൾ കൈപ്പറ്റിയ ഡേറ്റ് വെച്ചില്ല എങ്കിൽ അവർക്ക് വേണമെങ്കിൽ അവർക്ക് തോന്നിയ ഡേറ്റ് വെക്കാം. ഇനി അഥവാ ഈ ദിവസം കൃത്യമായും 15 ദിവസം കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് പിന്നീട് ഒരു അപ്പീൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ, കേസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ഇതിനെല്ലാം നമ്മൾ ആ വിത്തിൻ ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ഇതിന് മറുപടി കൊടുത്തിട്ടുണ്ട് എന്ന് തെളിയിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ നിർബന്ധമായും പറയുന്നത് ഒപ്പിട്ട് മാത്രമേ നോട്ടീസ് വാങ്ങാവൂ എന്നുള്ളത്. തപാലിൽ വന്ന കാര്യം നോക്കാം. തപാലിൽ വന്നാൽ ഏറെക്കുറെ ഇതുപോലെ തന്നെയാണ്. നിങ്ങൾ അഡ്രസ്സിൽ തന്നെയാണോ വരുന്നത്? തപാലിൽ വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് അത് പൊട്ടിച്ച് കവർ എടുക്കാൻ പറ്റത്തില്ല, നോട്ടീസ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് കവറിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്ന അഡ്രസ്സ്, പേരും നിങ്ങളുടേത് തന്നെയാണോ എന്ന് ബോധ്യമായാൽ നിങ്ങൾ തീർച്ചയായും അത് ഒപ്പിട്ട് കൊടുക്കണം. ഒന്ന്, ആ പോസ്റ്റ്മാൻ്റെ കയ്യിലുള്ള ഒരു ലിസ്റ്റുണ്ട്, അതിൽ ഒപ്പിട്ട് കൊടുക്കണം. 2, അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് ഉള്ള നോട്ടീസും ഇല്ലാത്തതും കാണും. ആ അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് ഉള്ളതാണെങ്കിൽ സ്ലിപ്പിലും പോസ്റ്റ്മാൻ പറയുന്ന ഭാഗമുണ്ട്, അവിടെ നിങ്ങൾ റിസീവബിൾ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, അവിടെ നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് ഇതാണ് നിങ്ങൾ നോട്ടീസ്. അതിലും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അക്നോളജ്മെൻറ്റ് സ്ലിപ്പിലും നിങ്ങൾ ഡേറ്റ് വെക്കണം. ആ തപാൽമാൻ കൊണ്ടുവരുന്ന ലിസ്റ്റിനകത്തും നിങ്ങൾ ഡേറ്റ് വെക്കണം, നിങ്ങൾ ഒപ്പിടുന്ന ഡേറ്റ് വെക്കണം. സിഗ്നേച്ചർ വിത്ത് ഡേറ്റ്, ഇത് നിങ്ങൾ മറന്നു പോകരുത്. എന്നിട്ട് നിങ്ങൾക്ക് നോട്ടീസ് കിട്ടി. ഇപ്പോൾ നോട്ടീസ് എങ്ങനെയാണ് വാങ്ങുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി അഥവാ നിങ്ങൾ നോട്ടീസ് കൈപ്പറ്റിയില്ലെങ്കിൽ കൊണ്ടുവരുന്ന ആളാണെങ്കിൽ അതിനകത്ത് എഴുതും, അദ്ദേഹം കൈപ്പറ്റുന്നില്ല, കൈപ്പറ്റാൻ വിസമ്മതിക്കുന്നു എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുപോകും. പോസ്റ്റ്മാൻ വന്നിട്ട് നിങ്ങൾ കൈപ്പറ്റിയില്ലെങ്കിൽ പോസ്റ്റ്മാൻ റെഫ്യൂസ്ഡ് എന്ന് പറഞ്ഞ് എഴുതി അത് തിരിച്ച് മടക്കും, അതാത് ഓഫീസിലേക്ക് പോകും. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ കൈപ്പറ്റാത്ത നോട്ടീസ് നിങ്ങളുടെ വീട്ടിൽ പതിച്ച് നടത്താൻ നോട്ടീസ് നൽകിയ ഉദ്യോഗസ്ഥന് അധികാരമുണ്ട്. അദ്ദേഹം ഉടനെ തന്നെ ഒരു ശിപായിയെ ചുമതലപ്പെടുത്തും. ഈ നോട്ടീസ് കൈപ്പറ്റാത്ത പക്ഷം ഈ വീട്ടിൽ പതിച്ച് നടത്തി റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അയാൾ വീണ്ടും ഈ നോട്ടീസുമായി വരുന്നു. നിങ്ങളുടെ വീട്ടിൽ വന്നതിന് ശേഷം ആ നോട്ടീസ് നിങ്ങളുടെ വീട്ടിൻ്റെ ചുമരിൽ പതിച്ച് നടത്തുന്നു. അതിനെ പേസ്റ്റിംഗ് എന്ന് പറയും, അഫിക്സിങ് ഓഫ് നോട്ടീസ് എന്ന് പറയും. പതിച്ച് നടത്തൽ എന്നാണ് അതിൻ്റെ ചുരുക്കം. അപ്പോൾ പതിച്ച് നടത്തൽ വേണമെങ്കിൽ ഒരു ഗമ്മ് കൊണ്ടുവന്ന് നിങ്ങളുടെ ചുമരിൽ ഒട്ടിച്ചു വെക്കാം. ഇല്ല എങ്കിൽ അതിനും നിങ്ങൾ സമ്മതിച്ചില്ല എങ്കിൽ ആ നോട്ടീസിൻ്റെ 4 വശവും കീറും. 4 വശം എന്ന് പറഞ്ഞാൽ 4 അറ്റങ്ങൾ കീറിയിട്ട് ആ നോട്ടീസ് നിങ്ങളെ വീട്ടിലിടും.
അതിനെയാണ് അതും ഈ പതിച്ച് നടത്തലിൻ്റെ ഭാഗമായുള്ളത് തന്നെയാണ്. അങ്ങനെ ചെയ്തിട്ട് പോസ്റ്റ്മാൻ റിപ്പോർട്ട് കൊടുക്കും, പതിച്ച് നടത്തിയിരിക്കുന്നു, തീയതിയും വെച്ച് തിരിച്ചു കൊണ്ടുപോകും. അപ്പോൾ നിങ്ങൾ നോട്ടീസ് കൈപ്പറ്റിയില്ല, പകരം കൈപ്പറ്റാത്തതുകൊണ്ട് നിങ്ങളെ വീട്ടിൽ പതിച്ച് നടത്തി. അപ്പം ആക്ഷൻ തുടർന്ന് ഉണ്ടാകും. നിങ്ങൾ ആദ്യം വന്ന നോട്ടീസ് കൈപ്പറ്റിയില്ല എങ്കിൽ പറ്റുന്നത് ഇതാണ്. മറിച്ച് നിങ്ങൾ കൈപ്പറ്റിയിരുന്നെങ്കിൽ നമുക്ക് ആ നോട്ടീസിന് മറുപടി കൊടുക്കാം. എന്ത് കാര്യത്തിനും നമുക്ക് മറുപടി കൊടുക്കാം. നമുക്ക് അപ്പീൽ കൊടുക്കേണ്ടതുണ്ട്, നമുക്ക് അപ്പീൽ കൊടുക്കാം. എന്തെല്ലാം കാര്യം, ഞാൻ ഈ ബിൽഡിംഗ് ഡിമോളിഷൻ മാത്രം പറഞ്ഞതല്ല. ഇപ്പോൾ ടാക്സേഷൻ ഉണ്ട്, നിങ്ങളുടെ വീടിലെ നികുതി നിശ്ചയിച്ചുകൊണ്ട് നിങ്ങൾക്ക് തരുന്ന നോട്ടീസിന് നിങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് അതിന് അപ്പീൽ കൊടുക്കാം. എല്ലാ നോട്ടീസിലും സാധാരണ രീതിയിൽ നമുക്ക് നമ്മുടേതായ ഒരു സേ ഉണ്ട്. സേ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനുള്ള അവകാശമുണ്ട്, നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ നോട്ടീസ് ഈ തള്ളിക്കളഞ്ഞുകൊണ്ട്, കൈപ്പറ്റാതെ ഉപേക്ഷ കാണിച്ചുകൊണ്ട് നിങ്ങളത് ചെയ്യരുത്. നിങ്ങളുടെ പേരിലാണെങ്കിൽ അത് നിങ്ങൾ ആലോചിക്കണം. പിന്നെ ചില വീടുകളിൽ ആളുകൾ ഗൾഫിൽ പോയിട്ടുണ്ടാവാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി വരുന്ന അവരെ പേരിൽ വരുന്ന നോട്ടീസാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു അധികാരപത്രം, ഓതറൈസേഷൻ ആ വീട്ടിലുള്ള ആരുടെയെങ്കിലും പേരിൽ അദ്ദേഹം പോകുന്നതിന് മുമ്പ് നിങ്ങൾ എഴുതി വാങ്ങി വെക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ അധികാരപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരെയാണോ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഈ നോട്ടീസ് കൈപ്പറ്റാൻ, അവർക്ക് കൈപ്പറ്റാം. അതും അവർ റിപ്പോർട്ടായി കൊണ്ടുപോകും. ഈ അധികാരപത്രം നിങ്ങൾ വെക്കണം. വീട്ടിൽ വെള്ള പേപ്പറിൽ എഴുതിയ ഒരു ഓതറൈസേഷൻ ലെറ്റർ ആയാലും ഒരു പ്രശ്നവുമില്ല. പക്ഷേ അവിടെ നിന്നാണ് അയക്കുന്നതെങ്കിൽ അത് എംബസി വഴി അറ്റസ്റ്റ് ചെയ്യുക. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു എപ്പിസോഡിൽ ഞാൻ പറയാം. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. ദയവ് ചെയ്ത് ഇത് ഷെയറും ചെയ്യുകയും ഇത് മനസ്സിലാക്കുകയും ഇതിനനുസരിച്ച് ചെയ്യുകയും ചെയ്യുക. സംശയമുള്ളവർ കമൻറ്റ് ബോക്സിലേക്ക് എഴുതുക. അതിൽ ശരിക്കും ഡിസർവിംഗ് ആയിട്ടുള്ളതിന് ഞാൻ മറുപടി നൽകുന്നതാണ്. എന്തായാലും A+Tube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഇത് നിങ്ങളുടെ ചാനലാണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അറിയേണ്ട എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തുന്ന ചാനലാണ്. വ്യത്യസ്ത വിഷയങ്ങൾ, എല്ലാ വിഷയമുണ്ട്. നിയമകാര്യങ്ങൾ മാത്രമൊന്നുമല്ല, നിങ്ങൾ അറിയേണ്ട എല്ലാ വിവരങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനും മറന്നു പോകാതിരിക്കുക. നന്ദി.